ചന്ദ്രികയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരവുണ്ടെങ്കിൽ ആ വിരലെ തൊടണം. ഈ പറയുന്ന മനീഷിന് സ്വഭാവ ഗുണമുണ്ടോ? സ്വഭാവ സ്ഥിരതയുണ്ടോ? സ്വഭാവ രൂപീകരണമുണ്ടോ? സ്വഭാവ സ്ഥിരതയുണ്ടോ? എല്ലാം പോട്ടെ, സ്വഭാവമുണ്ടോ? ദാണ്ടെ ഒറ്റ വിരലേലും ചന്ദ്രിക തൊട്ടില്ല. എന്തുകൊണ്ട് തൊടാൻ പറ്റത്തില്ല? കാരണം മനീഷിന് യാതൊരുവിധ ഗുണവുമില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ മരുമോൻ കുടി നിർത്തുവെന്നാണോ? ശിവരാമൻ നായരി ഏട്ടന് മരണാനന്തരം നാണക്കേടുണ്ടാക്കാൻ ഒരു മകൻ, അതാ മനീഷ്. ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആ പയ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഓ, മരുമോനെ കുറിച്ച് പറഞ്ഞപ്പോ ചന്ദ്രയ്ക്ക് ദണ്ണമായി. സ്വാഭാവികം. താണ്ടെ മുഖസ്തുതി പറയുന്ന ശീലവേ ഞങ്ങൾ വിശ്വകർമാക്കൾക്കില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞു. ചന്ദ്രികയും സോമൻ പിള്ളയും ശുദ്ധ മനസ്സുള്ളവര്. എന്നാ സുമിത്ര അങ്ങനല്ല, കുരുട്ടു ബുദ്ധിയുണ്ട്. അതിന്റെ ഒരംശം ലൈലയ്ക്ക് ഇപ്പൊ പകർന്നു കിട്ടിയിട്ടുണ്ടോന്നൊരു സംശയം. ഓ, ഇനി അവരുടെ നേർക്കായോ? എനിക്ക് കേക്കണ്ട, പോയിട്ട് വേറെ കാര്യമുണ്ട്. നിക്ക് 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 നിക്ക്, ദുരിശം പിടിക്കാതെ ചന്ദ്രികയെ, ദുരിശം പിടിക്കാതെ. വാസ്തവത്തില് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തുവാ? ചന്ദ്രിക പറ, എന്താണ് ബന്ധം? എന്ത് ബന്ധമാണ്? സംബന്ധം. എന്താ എന്താ സംബന്ധം? പനക്കിലെ സംബന്ധക്കാരാ നമ്മളെന്ന് മനസ്സിലായില്ലല്ലയോ? എക്സ്പ്ലെയിൻ ചെയ്യാം. ചന്ദ്രികയുടെ മോളിൽ ലൈലയെ സുമിത്രയുടെ മോൻ മനീഷ് സംബന്ധം ചെയ്തു. എന്റെ മോൻ രാജേഷ് സുമിത്രയുടെ മോൾ അനിലയെ സംബന്ധം ചെയ്തു. എന്താ അങ്ങനല്ലയോ? അടുത്ത ബന്ധുക്കളാണെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും ഒരകലം കൽപ്പിച്ചിട്ടുണ്ട് സുമിത്ര. അതേസമയം എനിക്ക് നിങ്ങളെ മതിപ്പ. ചന്ദ്രികയുടെ ചിട്ടിപ്പരിപാടിയും സോമൻ പിള്ളയുടെ വണ്ടി പരിപാടിയും നല്ലതാന്ന് ഞാൻ പറയും. സൂപ്പർ. അധ്വാനിച്ച് ജീവിക്കുന്നതാ ഞങ്ങളുടെ സന്തോഷം. ആണല്ലോ. മുമ്പൊരിക്കൽ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴേ ഞാനൊരു സത്യം പറഞ്ഞായിരുന്നു. സുമിത്ര നല്ല ഒന്നാം തരം നടിയാന്ന്. ദാണ്ടെ ഇപ്പം അടിവരയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, കലക്കൽ അഭിനയമാ സുമിത്ര നടത്തുന്നത്. മനീഷ് ഉദ്യോഗസ്ഥനായതോടെ അവരുടെ മുഖം മാറിയത് കണ്ടോ? ചെറുക്കന്റെ ശമ്പളത്തെ കുറിച്ച് അറിഞ്ഞൂടാ പോലും. അല്ലേ ചന്ദ്രിയെ? ചന്ദ്രിക അത് വിശ്വസിക്കുന്നുണ്ടോ? സുമിത്രേച്ചി പറഞ്ഞതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അതാ സുമിത്രയുടെ അഭിനയം. നന്ദനയോടും ഉദയവർമ്മ തിരുവൽപ്പാടിനോടും പുള്ളിക്കാരി സംസാരിച്ചിട്ടുണ്ട്. മകന്റെ ശമ്പളം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഗുണവശം ചോദിക്കുമെന്ന് ഭയന്നിട്ടാ അറിയത്തില്ലെന്ന് ഭാവിക്കുന്നത്. അത്രയും സാമർത്ഥ്യം പാടുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ലൈലയുടെ സകല ചെലവും മനീഷിനെ കൊണ്ട് നിർവഹിപ്പിക്കണം. നിങ്ങളൊരു ഗ്യാസ് മുട്ടായി പോലും മോക്ക് മേടിച്ചു കൊടുക്കരുത്. സോപ്പ്, ചീപ്പ്, കണ്ണാടി, കൺമഷി മുതല് ലാപ്ടോപ്പ് വരെ മനീഷ് വാങ്ങിച്ചു കൊടുക്കട്ടെ. അതും പോരാ, ലൈലയെ ഒരു ചിട്ടിക്ക് ചേർക്കണം. മാസം മാസം അതിനുള്ള കാശ് മനീഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ചന്ദ്രികയുടെ കൂടെ ചിട്ടിക്ക് ചേരണ്ട, സ്വജനപക്ഷപാതമാണെന്ന് പറയും. ചിട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. വിശ്വസിക്കാവുന്ന ഒരു ചിട്ടിക്കാരിയെ എനിക്കറിയാം. ദാണ്ടെ കൊടുക്കുന്ന കാശ് കൊണ്ട് മുങ്ങത്തുമില്ല. മാസം 5000 രൂപ, 1 ലക്ഷമാ തുക. എന്താ ലൈലയുടെ പേര് തുടങ്ങട്ടോ? ഏത് കമ്പനിയിലെ ചിട്ടിയാ? ഒരു മിനിറ്റ്. ദാണ്ടെ നല്ല തേനൂറുന്ന ജിലേബി ചന്ദ്രയ്ക്ക് ഇരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, എറണാകുളത്തുണ്ടാക്കിയ നല്ല കോഴിക്കോട് അലുവ ഉണ്ട്, അതും ചന്ദ്രയ്ക്ക് ഇരിക്കട്ടെ. രണ്ടും എടുത്തു. എന്നാ പിടിക്കുക ചന്ദ്രിയെ, പിടിക്കാൻ. ഏത്
ആരാന്നില്ലയോ ചോദിച്ചേ? സുലോചനയുടെ ചിട്ടി. സുലോചനെ പരിചയപ്പെട്ടിട്ടില്ലയോ? എൻ്റെ ഭാര്യ. കാശ് പോകുന്ന പ്രശ്നമില്ല. താണ്ടേ ഞാൻ ഗ്യാരണ്ടി. മാമനാരും ഗ്യാരണ്ടി നിൽക്കും? സുലോചന. നമ്മൾ സംബന്ധക്കാരൊത്തു നിന്നാലേ നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഗുണമുണ്ടാവൂ ചന്ദ്രികയെ. അതിനുള്ള ഫോർമുലയാണ് ഞാൻ അവതരിപ്പിച്ചത്. ദാണ്ടേ മനീഷിന്റെ ഓട്ടക്കൈയിൽ നിന്ന് ചോർന്നു പോകാതെ ഉള്ള പൈസ ലൈലയുടെ പേര് സമ്പാദിക്കുന്നു. അതിന് ഞാൻ സഹായിക്കുന്നു. എങ്ങനുണ്ട്? കൊള്ളാം. ആ അതാ ചന്ദ്രയ്ക്ക് വിവരമുണ്ട്. അതിനു മുമ്പ് മനീഷിന്റെ പരിപാടി എന്താണെന്നറിയട്ടെ. അവൻ സ്വയം നന്നാവൂന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ മതിയല്ലോ ചിട്ടി മറ്റും. അതുകൊണ്ട് ഇപ്പൊ ചിട്ടിക്കാരെ ആലോചിക്കണ്ട മാമ. ദാ മാമൻ ഇത് പിടിച്ചേ. സമയം പോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സോമേട്ടൻ ഇപ്പൊ വരും. ചന്ദ്രയ്ക്ക് ചന്തവേ ഉള്ളൂ, വിവരമില്ല. തന്റെ തേനൂറുന്ന ജിലേബി തിന്നാനുള്ള യോഗവും ഇല്ല. ആ ഇനിയിപ്പോ ഇത് ലക്ഷ്മണൻ മോന് കൊടുക്കാം, അല്ലാതെ എന്തോ ചെയ്യാനാ? ഉദയനില്ലെന്ന് തോന്നുന്നു. കാറ് കാണുന്നില്ല. ഇല്ലാതിരിക്കുന്നതാ നല്ലത്. വാ. ആ വരൂ. ഹായ്. കുറെ നാളെ വലിയേട്ടൻ പറയുന്നു നന്ദനെ ഉദയേട്ടനെ ഒന്ന് കാണണം. പുറത്തു പോയിരിക്കാണല്ലോ, ഞാൻ വിളിക്കാം. ഏയ് വേണ്ട വേണ്ട നന്ദനെ. ഉദയൻ സാവകാശം വന്നോട്ടെ. ശല്യപ്പെടുത്തൊന്നും വേണ്ട. ഇരിക്കാം. ആ സത്യം പറയാലോ, നന്ദന ശിവരാമൻ നായരുടെ വീട്ടിൽ നിന്ന് ഉദയന്നൂർ വന്ന സമയത്ത് ഞങ്ങൾക്കാർക്കും നിന്നെ ഇഷ്ടമല്ലായിരുന്നു. അതുള്ള കാര്യമാണ്. സ്വന്തം അമ്മയായ വിദ്യേട്ടത്തിക്കും അന്ന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മാറ്റി. അതിന് കാരണം അമ്മയാണ്. നന്ദന അമ്മയുടെ പെറ്റായതോടെ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡും മാറി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും വിദ്യേച്ചിയുടെ മോളല്ലേ, ഒഴിവാക്കാൻ പറ്റൂ? വിൽപത്രം തയ്യാറാക്കുമ്പോൾ അമ്മ ചിലത് മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. ഉദയന്നൂർ കോവിലകത്തെ വിദ്യാഭാരതിയുടെ മകളെന്ന മേൽവിലാസം മാത്രം പോരാ നന്ദനയ്ക്ക്. അന്തസ്സിന് ചേർന്ന ആസ്തിയും ഉണ്ടാവണമല്ലോ. അങ്ങനെയാ അമ്മയുടെ സ്വത്തിന്റെ ഭൂരിഭാഗവും നിന്റെ പേരിൽ എഴുതി വെച്ചത്. ഉദയേട്ടനെ കല്യാണം കഴിച്ച് അതിലും വലിയ സ്വത്തിനുടമയാകും നന്ദനാന്ന് അന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഉദയന്നൂരിലെ കുട്ടി ഏറ്റവും നന്നായി ജീവിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അത് കോലോത്തിനും കൂടെ ഒരു അഭിമാനമാണല്ലോ. ബന്ധുക്കൾ നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്നത് എനിക്കും അഭിമാനമാണ്. ഷോ നമ്മൾ പറയേണ്ട കാര്യം ദേ നന്ദന ഇങ്ങോട്ട് പറയുന്നു. രഘുഅമ്മാവന്റെ ബിസിനസ് ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? കാണുമ്പോഴൊക്കെ അമ്മായി പറയാറുണ്ടേ അമ്മാവൻ ടൂറിലാണെന്ന്. സൗദിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നതേയുള്ളൂ, ഇപ്പൊ മുംബൈയിലേക്ക് പോവുകയാണെന്നൊക്കെ. എന്നും തിരക്കാണല്ലോ അല്ലേ? അത് നേരത്തെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല നന്ദനെ. ഉള്ള കാര്യം പറയാലോ, ഇപ്പൊ നല്ല പരിങ്ങലില്ല. മോളോട് എന്തിനാ മറച്ചു വെക്കുന്നത്? തുറന്നു പറയാൻ നന്ദനെ, ശകലമല്ല, ബിസിനസ് മൊത്തത്തിൽ ഡള്ള. ഫോറിൻ ട്രിപ്പുകൾ ബിസിനസിന്റെ പ്രൊമോഷനും പ്രോഗ്രസിനും വേണ്ടി ആവണം. ടൂർ ചെയ്യാൻ വേണ്ടി ബിസിനസിന്റെ നിലപാട് വന്നാൽ കുഴപ്പമാവും. അങ്ങനെ ആവശ്യമില്ലാതെ ഞാൻ ടൂറൊന്നും പോയിട്ടില്ല. വല്യേട്ടൻ പറഞ്ഞതിന്റെ ധ്വനി ഞങ്ങള് ദൂർത്തടിച്ചു എന്നാണ്. മനസ്സിലായി? നോ, നെവർ.
ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചാലും ഐ ഡോണ്ട് കെയർ. വല്യമ്മാവന്റെ അവസ്ഥ എങ്ങനെ? ഫാം ലാഭത്തിലായിരിക്കുമല്ലോ അല്ലേ? എവിടെ, ഒട്ടും പ്രോഫിറ്റബിൾ അല്ല, നഷ്ടത്തിലാ മോളെ. അല്ല, അത് വലിയേട്ടൻ ഫോറിൻ യാത്ര നടത്തിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോ കുറ്റപ്പെടുത്താൻ എളുപ്പാ. സ്വന്തം കാര്യം ചോദിക്കുമ്പോഴാ ഈ താടി ചൊറിയുന്നത്. അതെ, നിങ്ങൾ ഇങ്ങനെ ചേട്ടനും അനിയനും കൂടെ തർക്കിക്കാനാണോ വന്നത്? നന്ദൻ എന്ത് വിചാരിക്കും? നന്ദനെ വിഷമിക്കണ്ട. രണ്ടമ്മാവന്മാരെ സഹായിക്കാൻ ഇപ്പത്തെ അവസ്ഥയില് നന്ദന് വിചാരിച്ചാൽ സാധിക്കും. ഞാനും അത് തന്നെ അമ്മായി ആലോചിക്കുന്നത്. സഹായമെന്നൊക്കെ പറഞ്ഞാ അതൊരു അഹങ്കാരമായി പോകും. ഉദയന്നൂരെ കുട്ടിയെന്നൊക്കെ വല്യമ്മാവൻ പറഞ്ഞാലും അവിടുത്തെ കാര്യസ്ഥനായിരുന്ന ആളുടെ കൊച്ചുമോളല്ലേ ഞാൻ. ആ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ ഛേ, അതൊക്കെ വിടുമോളെ. കാലം മാറിയില്ലേ. ഓർത്തഡോക്സ് ചിന്താഗതിയൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. എനിക്ക് പണ്ടേ ഇല്ല. നന്ദനിക്ക് സംസാരിക്കാൻ സമയം കൊടുക്ക്. നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? എന്റെ ഒരു സജഷൻ ഇതാണ്, അമ്മാവന്മാര് രണ്ടുപേരും ബിസിനസ്സിൽ ഒന്നിക്കുക. ഒരുമിച്ച് നിന്നാ രണ്ടുപേർക്കും ഗുണമുണ്ടാവും. പല വലിയ ബിസിനസ് കുടുംബങ്ങളും അങ്ങനെയാ. അപ്പോ സാമ്പത്തിക സഹായം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ബാങ്ക് ലോൺ കിട്ടും. ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ആസ്തിക്കനുസരിച്ച് നല്ലൊരു തുക വായ്പയായി കിട്ടും. ഒരു മാസം വല്യമ്മാവനും അടുത്ത മാസം രഘു അമ്മാവനും ലോൺ അടയ്ക്കണം. അങ്ങനെയാവുമ്പോ രണ്ടുപേർക്കും ഭാരം ഉണ്ടാവില്ല. ഇവിടുത്തെ ലീഗൽ അഡ്വൈസർ കൃഷ്ണമൂർത്തിയെ ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്യാം. പുള്ളിക്കാരൻ വേണ്ടുന്ന ഗൈഡൻസ് ഒക്കെ തരും. ബാങ്ക് ലോണിന്റെ കാര്യം പ്രൊസീഡ് ചെയ്യാൻ നന്ദനയുടെ ഹെൽപ്പ് ആവശ്യമില്ല. അത് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഒരു ഉപദേശം കേൾക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഉദയന്നൂരെ സ്വത്ത് ഉടനെ വീതം വയ്ക്കണം. നിന്റെ പേരിലുള്ള വിൽപ്പത്രത്തിന്മേൽ എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണം. അതിനാ ഞങ്ങളിപ്പോ വന്നത്. അത് ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ. 3 മക്കളാണ് ഇപ്പൊ ഉദയന്നൂരുള്ളത്. 2 അമ്മാവന്മാരും എന്റെ അമ്മ വിദ്യാഭാരതിയും. ആൺമക്കൾക്ക് മാത്രമല്ല, കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ പെൺമക്കൾക്കും അഭിപ്രായമുണ്ട്. അമ്മ വരട്ടെ, എന്നിട്ടാവാൻ തീരുമാനങ്ങള്. ഓ, അപ്പോ നന്ദനെ ഉഴപ്പുകയാണ്. ശരി, വിദ്യയെ ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്തോളാം. ഞാനും വിദ്യച്ച് വിളിച്ച് സംസാരിക്കാം. എന്നിട്ടാവാൻ തീരുമാനങ്ങള്. എന്നാ അപ്പൊ അങ്ങനെ തീരുമാനിക്കാം അല്ലേ? അങ്ങനെ മതി. ചില വാക്കുകളുടെ അർത്ഥം എത്ര ആലോചിച്ചാലും പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. അത്തരത്തിലുള്ള ഒരു വാക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വത്ത്. ശരിക്കും സ്വത്ത് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഭീമമായ ബാങ്ക് ബാലൻസ്, ആഡംബരങ്ങൾ നിറഞ്ഞ വീട്, അളവറ്റ സ്വത്ത്, മുന്തിയനും വിദേശ വാഹനങ്ങൾ. സാധാരണ ഇത്ര ഇൻഗ്രീഡിയൻസ് ചേരുമ്പോൾ സ്വത്തായി. ന്യൂ ജനറേഷൻ രോഗങ്ങൾ കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാ. ഈ പറഞ്ഞതെല്ലാം ഒരു തട്ടിലും സ്നേഹം മറ്റൊരു തട്ടിലും വെച്ചാൽ സ്നേഹത്തിന്റെ തട്ട് താണു നിൽക്കില്ലേ? താൻ ഈ പറയുന്ന സ്നേഹം അളക്കുന്നതും സ്വത്തിന്റെ മാനദണ്ഡം വെച്ചാണ്. ആ മാനദണ്ഡമാണ് തന്റെ അമ്മാവന്മാരെയും പ്രതിഭയും ഇന്നിവിടെ എത്തിച്ചത്. ഉദയന്നൂരിൽ ഇരുന്നിട്ട് അവർക്ക് നന്ദനെ കാണാനായിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. പനക്കൽ നിന്ന് ഉദയന്നൂർ എത്തിയപ്പോഴാ അത്രയും വലിയ വീട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് മുറികൾ, ഇടനാഴികൾ, വലിയ ഹാള്, വിശാലമായ അടുക്കള, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പറമ്പ്,
അന്ന് 2 കാറുകൾ ഉണ്ടായിരുന്നു. ഒരു ഇന്നോവയും ഒരു സ്കോർപിയോയും. ഒരു കൗതുകം തോന്നി എന്നതിനപ്പുറം ആ സൗകര്യങ്ങളൊന്നും ഒരു ആകർഷണമായി എനിക്ക് അനുഭവപ്പെട്ടില്ല. മുത്തശ്ശിയുടെയും കുഞ്ഞമ്മയുടെ സ്നേഹം, അത് മാത്രമാണ് എന്നെ ആകർഷിച്ചത്. ആശ്വാസമായതും മറ്റൊന്നുമല്ല. ആ മുത്തശ്ശിയുടെ മറ്റു മക്കൾക്കും മരുമക്കൾക്കും കണ്ണിൽ കരടായതും ആ സ്നേഹമാണ്. അവരുടെ കണ്ണിൽ പതിഞ്ഞത് സ്വത്തും. ഇന്ന് സ്നേഹത്തിന്റെ പര്യായപദങ്ങൾ ഉരുവിട്ടുകൊണ്ടുവന്ന അമ്മാവന്മാര് അന്ന് നന്ദനയോട് എങ്ങനെയായിരുന്നു? വിദ്യാച്ചിയുടെ 2ാം ഭർത്താവായ പ്രതാപേട്ടൻ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ടോർച്ചർ എന്ന് പറഞ്ഞാ അത് തീരെ മിതമായി പോവും. അവജ്ഞ, അവഗണന, പിന്നെ പരിഹാസവും. ഒരിക്കൽ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി. ജോലിക്കാരിയായ സരസ്വതിയുടെ കുക്കിംഗ് ആണെന്ന് കരുതി അശ്വിന്റെ അച്ഛൻ കുറേ പുകഴ്ത്തി. ഞാൻ വെച്ചതാണെന്ന് അറിഞ്ഞതോടെ ആ മാമ്പഴപ്പുളിശ്ശേരി പാത്രത്തോടെ എടുത്ത് തറയിലിട്ടു. എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ തറ തുടപ്പിച്ചു. അന്നീ അമ്മാവന്മാരും പ്രതിമമായും ഒക്കെ മാറി നിന്ന് ചിരിക്കുമായിരുന്നു. ഇന്ന് അതേ പാർട്ടികള് തനിക്ക് വേണ്ടി മാമ്പഴ പുളിശ്ശേരിയല്ല, സ്വർണം കൊണ്ട് പുളിശ്ശേരി വെച്ച് തരും. എനിക്കത് വേണ്ടാത്തത് കൊണ്ടാ അവർക്ക് വന്നതുപോലെ തിരിച്ചു പോകേണ്ടി വന്നത്. ഉദയന്നൂര് എന്റെ കോവിലല്ല. അവിടുത്തെ സ്വത്തിന്റെ കണക്കുകളായിട്ട് എനിക്ക് ബന്ധവുമില്ല, ഉണ്ടാവണമെന്നിട്ട് ആഗ്രഹിക്കുന്നുമില്ല. എങ്കിലും ഒരു ചെറിയ സംശയം ചോദിക്കാലോ. ഉദയന്നൂരിൽ നിന്നുള്ള ടീം തന്നെ വന്ന് കണ്ടത് പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ. സേതുലക്ഷ്മിയുടെ വിൽപ്പത്ര പ്രകാരം തനിക്കായി നീക്കിവച്ചിരിക്കുന്ന 1.5 ഏക്കർ സ്ഥലം, 75 ലക്ഷത്തിന്റെ ബാങ്ക് ഡെപ്പോസിറ്റ്, പിന്നെ മുത്തശ്ശിയുടെ സ്വത്തും. ഇതത്രയും നന്ദനയ്ക്ക് വേണോ? അവർക്കും കൂടി വിട്ടുകൊടുത്തൂടെ? അതല്ലേ അവരുടെ ആവശ്യം. അതെ, ഗ്രീൻ കാർഡല്ല താൻ അവർക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയത്. എന്റെ സംശയം ഇതാണ്, പണത്തിനും ഭൂസ്വത്തിനും അർത്ഥം കൽപ്പിക്കാത്ത നന്ദന എന്തിന് അങ്ങനെ ഒരു നിലപാടെടുത്തു? കുറെ അവർക്കും കൂടി പങ്കുവച്ചു കൊടുത്തൂടെ? കൊണ്ടുപോയി അനുഭവിച്ചോട്ടെ എന്ന് വിചാരിക്കാത്തത്? സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല, എല്ലാം സ്വന്തമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല. അവരുടെ ഉദ്ദേശശുദ്ധിയിൽ വിശ്വാസമില്ലാത്തതാണ് കാരണം. വല്യമ്മാവനും രഘുവമ്മാവനും അല്ലാതെ ഇടയ്ക്ക് ഒരാൾ കൂടിയുണ്ട് ഉദയന്നൂര്. വിദ്യാഭാരതി, എന്റെ അമ്മ, എല്ലാത്തിലും തുല്യ അവകാശി. അമ്മാവന്മാര് സംസാരിക്കേണ്ടത് അമ്മയോടാണ്. അമ്മയുടെ അഭിപ്രായത്തിനാണ് പ്രസക്തി. വളരെ സൗകര്യപൂർവം ഒരേ ഒരു സഹോദരിയെ ഒഴിവാക്കിയിട്ട് ഒരിക്കൽ പുച്ഛിച്ച് തള്ളിയ അനന്തരവളെ സമീപിക്കുന്നതിൽ ഒരു കൗശലമല്ലേ? ആ കൗശലത്തിന് ഞാൻ പച്ചക്കൊടി കാണിക്കണം. പിന്നെയുള്ളത് മുത്തശ്ശിയുടെ മരണത്തിലെ ദുരൂഹതകളാ. അതൊരു സ്വാഭാവിക മരണം ആയിരുന്നില്ലെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. വല്യമ്മാവനോ രഘുവമ്മാവനോ പ്രതിഭമ്മായിക്കോ അല്ലെങ്കിൽ അവർക്ക് 3 പേർക്കോ ആ രഹസ്യങ്ങൾ അറിയാം. സത്യം എന്തെങ്കിലും പുറത്തു വരും. അതിനുശേഷമാവാം സ്വത്ത് പങ്കുവെക്കല്. കാരണം അനർഹമായ കൈകളിലേക്ക് ഉദയന്നൂർ കോവിലകത്തെ ഒരു നുള്ളു മണ്ണ് പോലും എത്താൻ പാടില്ല. മുത്തശ്ശിയുടെ ആത്മാവ് അത് പൊറുക്കില്ല. ഇനിയെന്താ സംശയം? സമ്പാദ്യം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളാണ് താനെന്ന് ഞാൻ ഒരിക്കലും സംശയിച്ചിട്ടില്ല. എനിക്ക് തോന്നിയത് ശരിയാണെന്ന് കൺഫേം ചെയ്യായിരുന്നു. ശരിയാണെന്ന് ബോധ്യമായി. ശരിയാണെന്നേ.